ജിമ്മിൽ പോകാതെ റൺ ചെയ്യാതെ നമുക്ക് നമ്മുടെ കുടവയർ കുറക്കാനായിട്ട് സാധിക്കുമോ? പലർക്കും സമയമില്ല, ജിമ്മിൽ പോകാൻ സമയമില്ല, റൺ ചെയ്യാൻ പറ്റുകയില്ല എങ്കിൽ നോർമലി എല്ലാവർക്കും നടക്കുവാനായിട്ട് സാധിക്കും. എങ്കിൽ അവർ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് കുടവയർ കുറയുന്നില്ല എന്നുള്ള പരാതിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ കുടവയർ കുറക്കാനായിട്ട് എങ്ങനെ നടക്കണം, എത്ര ടൈം നടക്കണം, അതുപോലെ എന്ത് ഡയറ്റ് പ്ലാൻ സ്വീകരിക്കണം എന്നെല്ലാം ആണ് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമസ്തേ. അപ്പോൾ നമുക്ക് നടക്കുവാനായിട്ട് എങ്ങനെ നടക്കണം, അത് നടത്തം പറയുന്നത് ബ്രിസ്ക് വാക്കാണ്. ഈ ബ്രിസ്ക് വാക്ക് എന്നാൽ എന്താണ്? ശരിക്കും നമുക്ക് ഒരു മിനിറ്റിൽ 100 തൊട്ട് 130 സ്റ്റെപ്പ് വരെ നടക്കുന്നതാണ് ബ്രിസ്ക് വാക്ക് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ 5 തൊട്ട് 6.5 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഒരു മണിക്കൂർ കൊണ്ട് 5 കിലോമീറ്റർ നടക്കുക അല്ലെങ്കിൽ 6 കിലോമീറ്റർ നടക്കുന്ന ആ സ്പീഡിനാണ് ബ്രിസ്ക് വാക്ക് എന്ന് പറയുന്നത്. ഈ നടക്കാൻ നേരത്തെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നല്ല കൈ വീശി നടക്കണം. ഈ നടക്കുന്ന എക്സസൈസ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നടക്കണം. അതായത് പലരും നടക്കുന്ന ഒരു ആഴ്ച 2 ദിവസം നടക്കുന്നു, അത് മാറ്റി മോർണിംഗിൽ ഈവനിങ്ങിലോ ഒരു ഫിക്സഡ് ടൈമിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പറഞ്ഞ ബ്രിസ്ക് വാക്ക് ചെയ്യണം. ഇങ്ങനെ ബ്രിസ്ക് വാക്ക് ചെയ്യുവാൻ നമുക്ക് സാധിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ബെല്ലി ഫാറ്റ് കുറക്കാൻ സാധിക്കും. പക്ഷെ ഒരു ഡയറ്റ് പ്ലാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ബേക്കറി ഐറ്റങ്ങൾ അവോയ്ഡ് ചെയ്യുക, മധുരം പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക, അതുപോലെ തന്നെ മതിയായിട്ടുള്ള ഉറക്കം, ഒരു 6 തൊട്ട് 7 മണിക്കൂർ ഉറങ്ങുക. അതുപോലെ സ്ട്രെസ് കുറയ്ക്കാൻ ശ്രമിക്കുക. സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ലഘു പ്രാണായാമ ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രിസ്ക് വാക്ക് തുടക്കക്കാരെ ആദ്യം തന്നെ 45 മിനിറ്റ്സ് നടക്കണമെന്നില്ല. ആദ്യം അവർ 20 മിനിറ്റ് നടക്കുക. 20 മിനിറ്റ് ഫസ്റ്റ് വീക്ക് നടന്ന ശേഷം സെക്കൻഡ് വീക്ക് ആകുമ്പോൾ 35 മിനിറ്റ്സ് നടക്കുക. അതിനുശേഷം കുറച്ചും കൂടി കംഫർട്ട് ആയ ശേഷം 45 മിനിറ്റ്സ് ഓർ 1 അവർ നടക്കുക എന്നുള്ളതാണ് ഈ ടൈം ഷെഡ്യൂൾഡ്. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏത് പ്രവൃത്തിയും. അപ്പോൾ ഞാൻ ഈ നടത്തത്തിൽ ടെൻഷൻ കുറയും എന്നുള്ളതാണ്. ശരിക്കും കോർട്ടിസോളിന്റെ അളവ് കുറയും. എങ്കിൽ പോലും നമുക്ക് നടന്ന ശേഷം എവിടെയെങ്കിലും കംഫർട്ടായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ടിരിക്കാം, നേരെ ഇരിക്കാം, വളരെ നടുനിവർത്തി വളരെ കംഫർട്ടായിട്ട് ശരീരത്തിൽ ഒരു പാർട്സും എല്ലാം കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഇരുന്ന ശേഷം നമുക്കൊരു സിമ്പിളായിട്ടൊരു പ്രാണായാമം ചെയ്ത് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഈ പ്രാണായാമം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് കംഫർട്ടായിട്ട് ഒരു പ്ലേസിൽ ഫ്രീ ആയിട്ട് ഇരിക്കാം എവിടെയെങ്കിലും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഒരു മുദ്രയിൽ ഇരിക്കാം. ഇതുപോലെ കൈകൾ ഇങ്ങനെ മുദ്രയിലോ അല്ലെങ്കിൽ വെറുതെ ഫ്രീ ആയിട്ട് നിവർത്തി വെക്കാം. എന്നിട്ട് റൈറ്റ് ഹാൻഡ് എടുക്കാം. എന്നിട്ട് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും മടക്കുക. ഇത് കണ്ടോ, മനസ്സിലായല്ലോ? ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ മടക്കുക. അത് നമ്മുടെ ഈ തമ്പിന്റെ പോർഷൻ നമ്മുടെ റൈറ്റ് നോസ്ട്രലിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലൂടെ ശ്വാസം എടുക്കുക. പൂർണ്ണമായി എടുത്ത ശേഷം ലെഫ്റ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് റൈറ്റിലൂടെ ശ്വാസം പുറത്തേക്ക് കളയുക. വീണ്ടും റൈറ്റിലൂടെ ഇൻഹേൽ ചെയ്യാം. റൈറ്റ് ക്ലോസ് ചെയ്യുന്നു, ലെഫ്റ്റിലൂടെ ശ്വാസം പുറത്തേക്ക് കളയുന്നു. വീണ്ടും ലെഫ്റ്റിലൂടെ ശ്വാസം എടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, റൈറ്റിലൂടെ ശ്വാസം പുറത്തേക്ക് കളയുന്നു. അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു 6 മിനിറ്റ് ചെയ്യുക. ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നിവർത്തി വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ചിന്മുദ്രയിൽ വെക്കാം. അതിനുശേഷം നമ്മുടെ കൈകളിൽ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും മടക്കുക. അതിന് തമ്പുകൊണ്ട് റൈറ്റ് നോസിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലൂടെ ശ്വാസം എടുക്കാം. അത് കഴിഞ്ഞ് പൂർണ്ണതയിലെത്തിയ ശേഷം ലെഫ്റ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് റൈറ്റിലൂടെ ശ്വാസം പുറത്തേക്ക് കളയാം. പിന്നെ റൈറ്റിലൂടെ ശ്വാസം എടുക്കാം, റൈറ്റ് ക്ലോസ് ചെയ്ത് ലെഫ്റ്റിലൂടെ ശ്വാസം പുറത്തേക്ക് കളയാം. ഇങ്ങനെ അനുലോമ വിലോമ പ്രാണായാമമാണ് ഇതിനെ പറയുന്നത്. ഇത് എടുക്കുന്നത്, ഇൻഹേൽ ചെയ്യുന്നത് എക്സേൽ ചെയ്യുന്നതും ഒരേ സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇൻഹേൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ടൈം കൊണ്ടാണ്, നമ്മൾ വളരെ സ്ലോലി ചെയ്താൽ മതി. എത്ര ടൈം കൊണ്ടാണ് ഇൻഹലേഷൻ ചെയ്യുന്നത് അത്രയും ടൈം തന്നെ എടുത്ത് എക്സലേഷൻ ചെയ്യുക. അത് വീണ്ടും ഇൻഹലേഷൻ അത്രയും ടൈം കൊണ്ടെടുക്കുക. അതുപോലെ എക്സലേഷൻ ചെയ്യുക. അങ്ങനെ ഇൻഹേൽ എക്സേൽ ഇങ്ങനെ ഒരു 6 മിനിറ്റോ നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മൾക്കിടെ റൺ ചെയ്ത് നടന്നതിൻ്റെ ആ ഒരു കിതപ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് ബോഡി വളരെ
കൂൾ ഡൗൺ ആകാൻ സാധിക്കും. അപ്പൊ ഇതുപോലെ കൂൾ ഡൗൺ ആയി വളരെ ഫ്രീ ആവും, നമ്മുടെ സ്ട്രെസ് ഭയങ്കരമായിട്ട് കുറയും. അപ്പൊ അതൊക്കെ വളരെ ഗുണം ചെയ്യും, നമുക്ക് ഉറക്കം കിട്ടാനും നമ്മുടെ ടെൻഷൻ കുറയുന്നതോടുകൂടി നമ്മുടെ വളരെ ശരീരത്തിന് സുഖം അനുഭവപ്പെടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങൾ ബ്രിസ്ക് വാക്ക് ചെയ്യുക, ഡയറ്റ് പ്ലാൻ ചെയ്യുക, ബ്രിസ്ക് വാക്ക് സ്പീഡ് നോക്കുക, മൊബൈൽ യൂസ് ചെയ്ത് നടക്കാതിരിക്കുക, വെറുതെ ഫ്രീ ആയിട്ട് നടക്കാതിരിക്കുക, നടക്കുന്നു എന്നുള്ള ഒരു സീരിയസോടുകൂടി നടക്കുക, കൺസിസ്റ്റൻസിയോടുകൂടി നടക്കുക, സ്ഥിരമായിട്ട് നടക്കുക. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ബ്രേക്ക് ചെയ്യാം, ബാക്കി 5 ദിവസം നടക്കുക. ഫിക്സഡ് ഭക്ഷണശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നടക്കുക. മോർണിംഗ് എപ്പോഴും ബെറ്റർ ആണ്, ശുദ്ധമായ എയർ കിട്ടും, കാംനെസ് എല്ലാം മോർണിംഗിൽ കിട്ടും. അപ്പൊ മോർണിംഗ് നടക്കുക, മോർണിംഗ് സമയം കിട്ടാത്തവർ ഈവനിങ് നടക്കുക. അപ്പൊ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾ നടക്കാറുണ്ടെങ്കിൽ നിങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യുക. ബ്രിസ്ക് വാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക, അതിന്റെ റെമഡി ഞാൻ ഇടുന്നതായിരിക്കും. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഡയറ്റ് പ്ലാൻ നിങ്ങൾ നോക്കി ഫോളോ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമസ്തേ.